പഠിക്കേണ്ടത്. അതിൽ ആദ്യ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന ചാപ്റ്ററാണ് ഞാൻ എഴുതുന്നത്. ഇപ്പോൾ ഈ ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച പല ഇതിൻ്റെയും തുടർച്ചയാണ് ഈ വർഷം പഠിക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ആറ്റം മാതൃകയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആറ്റം മാതൃകയിൽ നമ്മൾ പഠിച്ചത് അവസാനം പഠിച്ചത് ബോർ മാതൃകയാണ്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്ന മാതൃക എന്ന് പറയുന്നത് ബോർ മാതൃകയായിരുന്നു. എന്തായിരുന്നു ബോർ മാതൃക എന്ന് പറഞ്ഞാൽ, ഒരു ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയെ നമ്മൾ എന്ത് വിളിച്ചു? ഷെല്ലുകൾ എന്ന് വിളിച്ചു. അപ്പം ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ഈ നിശ്ചിത പാതകളെയാണ് ഷെല്ലുകൾ അഥവാ ഓർബിറ്റ് എന്ന് വിളിച്ചത്. ഓരോ ഷെല്ലിനും നിശ്ചിത അളവ് ഊർജമുള്ളത് കൊണ്ട് നമ്മൾ അവയെ ഊർജ നിലകൾ എന്ന് വിളിച്ചു. അപ്പോൾ ഓരോ ഷെല്ലിനും ഓരോ ഊർജമുണ്ട്. കെ എന്ന് പറയുന്ന ആദ്യത്തെ ഷെല്ല്, ന്യൂക്ലിയസിന് തൊട്ടടുത്തായി കാണപ്പെടുന്ന ഷെല്ലാണ് കെ എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ല്. അതിനേക്കാളും ഊർജം കൂടുതലായിരിക്കും രണ്ടാമത്തെ ഷെല്ലായ എല്ലിന്. അതിനേക്കാളും ഊർജം ഉണ്ടായിരിക്കും മൂന്നാമത്തെ ഷെല്ലായ എം. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതോറും ഷെല്ലുകളിലെ ഊർജം കൂടി വരികയാണ്. അപ്പം ഈ ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയായ ഷെല്ലുകളെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ആദ്യ ഷെല്ലായ കെ എന്ന് പറഞ്ഞു. ആ കെയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന സമവാക്യം നമുക്കറിയാം, 2n² ആണ്. n², ഈ n എന്ന് പറയുന്നത് ഷെല്ലിന്റെ നമ്പർ തന്നെയാണ്. അതനുസരിച്ച് കെയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. n ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8ഉം m ഷെല്ലിൽ 18ഉം n-ൽ 32 ആണ്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എന്താണെന്ന് നമ്മൾ അവിടെ പഠിച്ചു. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഷെല്ലുകളിൽ ഊർജം കൂടി വരുന്ന ക്രമത്തിൽ ഇലക്ട്രോണുകളെ വിന്യസിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഇലക്ട്രോൺ പോകുന്നത് കെ ഷെല്ലിലേക്കായിരിക്കും. കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അത് കഴിഞ്ഞാൽ പോകുന്നത് എൽ ഷെല്ലിലേക്കാണ്. അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. തുടർന്ന് എം ഷെല്ലിലേക്കും അങ്ങനെ പോകുന്നു. അപ്പൊ ആദ്യം ഇലക്ട്രോൺ പറയുന്ന ഷെല്ല് കെ ആയതുകൊണ്ട് നമ്മൾ ഒരു ഉദാഹരണം എഴുതുകയാണെങ്കിൽ, സോഡിയം അറ്റോമിക് നമ്പർ 11 വരുന്ന സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണെങ്കിൽ, ഈ 11 ഇലക്ട്രോണുകളിൽ നിന്ന് 2 ഇലക്ട്രോണുകൾ, നമ്മൾ പഠിച്ച കാര്യമാണ്, 2 ഇലക്ട്രോണുകൾ പോകുന്നത് കെ ഷെല്ലിലേക്കായിരിക്കും. ഊർജം ഏറ്റവും കുറഞ്ഞ കെ ഷെല്ലിലേക്കായിരിക്കും. അതിനുശേഷം രണ്ടാമത്തെ ഷെല്ലായ എല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പൊ 2, 8 എന്നായി. ബാക്കി വരുന്ന 1 ഇലക്ട്രോണിനെ നമുക്ക് മൂന്നാമത്തെ ഷെല്ലായ എമ്മിൽ കൊടുക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ വിന്യാസം എന്ന് വായിച്ചത് 2, 8, 1 എന്നായിരുന്നു. 11 ഇലക്ട്രോണുള്ള സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എന്നാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. അറ്റോമിക് നമ്പർ 18 എന്ന് പറയുമ്പോൾ 18 ഇലക്ട്രോണുകൾ ആർഗണിലുണ്ട്. ഈ 18 ഇലക്ട്രോണുകളെ വിന്യസിക്കുന്നത് ആദ്യ 2 ഇലക്ട്രോൺ പോകുന്നത് കെ ഷെല്ലിലേക്കും തുടർന്ന് വരുന്ന 8 ഇലക്ട്രോണുകൾ എൽ ഷെല്ലിലേക്കും പോകുമ്പോൾ എമ്മിൽ പരമാവധി 18 ഇലക്ട്രോൺ കൊള്ളാം. പക്ഷെ നമുക്ക് ഇനിയുള്ളത് 8 ഇലക്ട്രോൺ ആണ്. അത് എം ഷെല്ലിലേക്ക് പോകുന്നു. അപ്പൊ ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8 എന്നാണ്. കുറച്ചുകൂടി അറ്റോമിക് നമ്പർ കൂടിയ മൂലകം, അതായത് 18, അത് കഴിഞ്ഞ് പൊട്ടാസ്യം 19 നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം വരേണ്ടത് യഥാർത്ഥത്തിൽ കെയില് 2, എല്ലില് 8, എമ്മില് 18 വരെ കൊള്ളാം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി വരേണ്ടത് 9 എന്നായിരുന്നു. നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. ബാഹ്യ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 8-ൽ താഴെ ആയിരിക്കണം. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് 2, 8, 8, 1 മാറ്റി എഴുതും. അതുപോലെ തുടർന്ന് എല്ലാ മൂലകങ്ങളും, ഇപ്പൊ കാൽഷ്യം 20 ആണെങ്കിൽ ഇവിടെ എഴുതുക 2, 8, 8, 2 എന്നാണ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ച ബോർ മാതൃകയുടെ ഒരു പരിമിതിയായിരുന്നു. വളരെ കുറച്ച് ചെറിയ അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളുടെ സവിശേഷതകൾ മാത്രമേ ബോർ മാതൃകയിലേക്ക് നിർവചിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഉയർന്ന അറ്റോമിക് നമ്പർ വരുന്ന മൂലകങ്ങളുടെ എല്ലാ സവിശേഷതകളും നിർവചിക്കാൻ ഏത് മാതൃകയ്ക്ക് കഴിഞ്ഞില്ല? ബോർ മാതൃകയ്ക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഈ വർഷം പഠിക്കുന്ന സബ്ഷെല്ലുകളുടെ പ്രാധാന്യം. അപ്പൊ ഷെൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയായിരുന്നു. അത് നിശ്ചിത പാതയാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന നിശ്ചിത പാതയായിരുന്നു ഷെല്ലുകൾ. എന്നാൽ അതിനുശേഷം നടന്ന പഠനങ്ങളിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്നത് നിശ്ചിത പാതയിലല്ല. അപ്പൊ ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റുമായി ചിതറിക്കിടക്കുകയാണ്. അപ്പൊ ഈ ഇലക്ട്രോണുകളെ കാണാൻ പറ്റുന്ന ഈ സാങ്കല്പിക മേഖലകൾ
സാധ്യത കൂടിയ മേഖലകൾ, അതിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ അഥവാ സബ്ഷെല്ലുകൾ നമുക്ക് പോകും. അപ്പൊ ഈ ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിത പാതകളാണ്, അവിടെയാണ് ഇലക്ട്രോണുകൾ കറങ്ങുന്നത് എന്ന് പറയുന്നത്. എന്നാൽ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അതല്ല. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകളാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ 4 സബ്ഷെല്ലുകളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത്. എസ്, പി, ഡി, എഫ്. എല്ലാ സ്മോൾ ലെറ്റർ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഷെല്ലുകളെ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നെങ്കിൽ സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഇലക്ട്രോണുകൾ യഥാർത്ഥത്തിൽ പോകുന്നത് ഷെല്ലുകളിലേക്കല്ല, അതിനുള്ളിലായി കാണപ്പെടുന്ന ഉപ ഊർജ്ജ നിലകളായ സബ്ഷെല്ലിലേക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ ഷെല്ലുകൾക്ക് ഉള്ളിലായി കാണപ്പെടുന്ന സബ്ഷെല്ല്, ഊർജ്ജ നിലകളായ ഷെല്ലുകൾക്ക് ഉള്ളിലായി കാണപ്പെടുന്ന ഉപ ഊർജ്ജ നിലകൾ, അതാണെന്ന് പറയുന്നത് സബ്ഷെല്ലുകൾ. അപ്പൊ ഇവിടെ പ്രധാനമായി നമ്മൾ പറഞ്ഞു 4 സബ്ഷെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. എസ്, പി, ഡി, എഫ്. ഇത് അക്ഷരഘടനയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. എസ് എന്ന് പറയുന്നത് ഷാർപ്പ് എന്ന വാക്കിൽ നിന്നും, പി പ്രിൻസിപ്പൽ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. അപ്പൊ ഈ വാക്കിൽ നിന്നാണ് നമ്മൾ 4 സബ്ഷെല്ലുകൾ എന്നുള്ള എസ് സബ്ഷെൽ, പി, ഡി, എഫ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കെയിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2, Nൽ 8, Mൽ 18, Nൽ 32 എന്നെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമുക്ക് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം. സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന എസ് സബ്ഷെൽ ആണെങ്കിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. പിയില് 6 ഇലക്ട്രോൺ, ഡിയില് 10, എഫില് 14. ഇത് ഓർത്ത് വെച്ചേക്ക്. നമുക്ക് ഈ വർഷം നമ്മൾ ഓർത്ത് വെക്കേണ്ട ഈ നമ്പറുകളാണ്. എസില് 2, പിയില് 6, ഡിയില് 10, എഫില് 14. അപ്പൊ നമ്മൾ നേരത്തെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയത് ഇതേ ക്രമത്തിലായിരുന്നു. നമ്മൾ ഷെല്ലിന്റെ അതേ ക്രമത്തിലായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് സബ്ഷെല്ലുകളാണ്. ഒന്നാമത്തെ ഷെല്ല് കെ ആണ്. കെയില് പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം എത്രയാ, 2 ആണ്. ആ ഇലക്ട്രോണിനെ ഉൾക്കൊള്ളുവാനായിട്ട് ഏത് സബ്ഷെൽ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ഷെൽ വേണമെന്നുള്ളത്. കെയിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. ആ 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാനായിട്ട് ഒരു സബ്ഷെൽ മാത്രം മതി. കാരണം എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പൊ കെയിൽ പോകുന്ന ഇലക്ട്രോണുകൾ ഏത് സബ്ഷെല്ലിലേക്ക് മാത്രം പോകുന്നു? എസ് സബ്ഷെല്ലിലേക്ക് മാത്രം പോകുന്നു. രണ്ടാമത് നോക്കാം, എൽ. അതില് പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 8 ആണ്. ഈ 8 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ ഏതൊക്കെ സബ്ഷെല്ലുകൾ വേണ്ടി വരും? കെയില് എസില് 2 ഇലക്ട്രോണുകളും പിയില് 6 ഇലക്ട്രോണുകളുമാണ്. അപ്പൊ നമുക്കറിയാം 6 നമുക്ക് 8 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എസും പിയും സബ്ഷെല്ലും ആവശ്യമായി വരുന്നു. ഏതിലെ ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാനായിട്ട്? എൽ ഷെല്ലിലെ ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാനായിട്ട്. മൂന്നാമത്തെ ഷെല്ലാണ് എം. അതിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. ഈ 18 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളണമെങ്കിൽ ഇതിനകത്തുനിന്ന് 3 സബ്ഷെല്ലുകൾ, അതായത് എസിന് 2 ഇലക്ട്രോണുകൾ, പിയിൽ 6, ഡിയിൽ 10, ആകെ 18 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ ഏത് സബ്ഷെല്ല് മതി? എസ്, പി, ഡി സബ്ഷെൽ. നാലാമത്തെ ഷെല്ലാണ് എൻ. ആകെ ഇലക്ട്രോണിന്റെ എണ്ണം 32 ആണ്. അങ്ങനെയാണെങ്കിൽ 4 സബ്ഷെല്ലുകൾ വേണ്ടി വരുന്നു. എസില് 2, പിയിൽ 6, ഡിയില് 10, എഫില് 14. അങ്ങനെ 32 ഇലക്ട്രോണുകളെ ഏത് ഷെല്ലിൽ, അതായത് എൻ ഷെല്ലിന്റെ 32 ഇലക്ട്രോണുകളെ നമുക്ക് ഈ 4 സബ്ഷെല്ലുകളുമായി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിനെ തിരിച്ചറിയുന്ന ഒരു കാര്യം, എല്ലാ ഷെല്ലിലും ഉള്ള ഒരു പൊതുവായ ഒരു സബ്ഷെല്ലാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും വേണ്ടി ഒന്നാമത്തെ ഷെല്ല് കെ ആണ്. അതിന്റെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നത് 1s എന്നാണ്. അപ്പൊ ഈ 1s എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നാമത്തെ ഷെല്ല് കെ, അതിന്റെ സബ്ഷെല്ലാണ് എസ്. 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിന്റെ എസ് സബ്ഷെൽ. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ്ഷെൽ എസ്, രണ്ടാമത്തെ ഷെല്ലിലെ 2 സബ്ഷെല്ലുകൾ എസ്, പിയും. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകൾ എസ്, പി, ഡി. നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ലുകൾ എസ്, പി, ഡി, എഫ്. ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നത് 1s, ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെൽ. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണുള്ളത് എസ്, പി. അപ്പൊ നമുക്ക് 2s എന്നും 2p എന്നും സൂചിപ്പിക്കും. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലുകൾ. മൂന്നാമത്തെ ഷെല്ലിന് 3 സബ്ഷെല്ലുകളാണ് 3s, 3p, 3d. നാലാമത്തെ ഷെല്ലിന് 4 സബ്ഷെല്ലുകളായിരുന്നു, അതിനെ സൂചിപ്പിക്കാൻ നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലുകൾ ആയതുകൊണ്ട് അതിനെ 4s,
4p 4d 4 ഇങ്ങനെ സൂചിപ്പിക്കും. അപ്പൊ ഓരോ സബ്ഷെല്ലിന്റെയും ഓരോ ഷെല്ലിന്റെയും സബ്ഷെല്ലിനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. 1s എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെൽ, ഇപ്പൊ 3p എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലിന്റെ പി സബ്ഷെൽ, അങ്ങനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ വിന്യാസത്തിൽ. അതുപോലെ തന്നെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലും ഇലക്ട്രോൺ പൂരണം, അതായത് ഇലക്ട്രോണുകളെ നിറയ്ക്കുന്ന രീതി എന്ന് പറയുന്നത് ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ 1s കഴിഞ്ഞാൽ 2s 2p ഈ ക്രമമല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിനൊരു രീതിയുണ്ട്, ഇതായി കാണുന്നത്. ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലിനെ 1s എന്ന് എഴുതി, ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ, അതുകൊണ്ട് 1s എന്ന് എഴുതി. രണ്ടാമത്തെ ഷെല്ലിന് രണ്ട് സബ്ഷെല്ലുകളാണ് ഉള്ളത്, 2s ഉം 2p എഴുതി കഴിഞ്ഞു. മൂന്നാമത്തെ ഷെല്ലിന് 3s 3p 3d എന്ന് പറയുന്ന 3 ഷെല്ലുകളുണ്ട്. നാലാമത്തെ ഷെല്ലിന് 4 സബ്ഷെല്ലുകൾ ഉണ്ടായിരിക്കും, 4s 4p 4d 4. തുടർന്ന് വരുന്ന ഏതൊരു ഷെല്ലിനും 4 സബ്ഷെല്ലുകൾ വീതം തന്നെയാണ്. അപ്പൊ അഞ്ചാമത്തെ ഷെല്ല് എടുക്കണമെങ്കിൽ 5s 5p 5d 5. അങ്ങനെ പോയി അവസാനം ഏഴാമത്തെ ഷെല്ല് എടുക്കുമ്പോൾ നമുക്ക് 7 ഷെല്ലുകളാണുള്ളത്. ഏഴാമത്തെ ഷെല്ല് എടുക്കുമ്പോൾ 7s 7p 7d 7f ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ഊർജ്ജം കൂടി വരുന്ന ക്രമം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഈ രീതിയിലെല്ലാം എഴുതിയിട്ട് നമുക്ക് ആദ്യത്തെ ആരം കടന്നുപോയിരിക്കുന്നത് 1s മാത്രമാണ്, മുകളിൽ നിന്ന് ക്രോസ് ചെയ്ത് പോയി. രണ്ടാമത്തത് 2s പോകുന്നു. മൂന്നാമത്തത് 2p 3s കടന്നു പോകുന്നു. നാലാമത്തത് ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം 3p 4s. പിന്നെ വരുന്നത് 3d 4p 5s 4d. ഇത് വരച്ച് നോക്കുക, ഇത് വരച്ച് നല്ലതുപോലെ പഠിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് എല്ലാ മൂലകങ്ങളും വേണ്ട. നമ്മുടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ 30 വരെയുള്ള മൂലകങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ 30 വരെയുള്ള മൂലകങ്ങൾ പഠിക്കാനായിട്ട് യഥാർത്ഥത്തില് 3d വരെ മാത്രം മതി, ഇത്രയും മതി. അപ്പൊ നമ്മൾ ഇതിനെ എഴുതുന്ന രീതി എന്ന് പറയുന്നത് ആദ്യത്തെ ആരോ കടന്നുപോയത് 1s ആയിരുന്നു, അത് ആദ്യം എഴുതി. രണ്ടാമത്തെ ആരോ കടന്നു പോകുന്നത് 2s അതും എഴുതി. മൂന്നാമത്തത് നോക്കുക, ഇനി മുകളിൽ നിന്ന് തുടങ്ങണമെങ്കിൽ 2p 3s പോകുന്നുണ്ട്. അപ്പൊ 1s, അത് കഴിഞ്ഞാൽ 2s, പിന്നെ വരുന്നത് 2p, അത് കഴിഞ്ഞാൽ 3s, വീണ്ടും മുകളിൽ നിന്ന് 3p 4s, പിന്നെ 3d 4p 5s ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഈ രീതിയിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ മാതൃക കിട്ടും. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതില്ല, പക്ഷേ അതിന് അത്യാവശ്യം വേണ്ട ഇത്രയും എങ്കിലും നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ പഠിക്കാൻ ഒരു പാടുമില്ല. 1s 2s 2p 3s 3p 4s 3d, അവിടെ മാത്രമേ ഒരു ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ 3p കഴിഞ്ഞിട്ട് 3d അല്ല, പകരം 4s. അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പൊ നോക്കേണ്ട എത്രയേ ഉള്ളൂ, 1s, രണ്ടാമത് 2s 2p 3s 3p 4s 3d. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റോമിക് നമ്പർ 30 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റും. അവയുടെ എല്ലാ പ്രത്യേകതകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂലകം സോഡിയം എഴുതി. സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ കണ്ടുപിടിച്ചു 281 എന്നായിരുന്നു. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വെച്ച് നമ്മളൊന്ന് നോക്കിയിട്ട് എഴുതി നോക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇതേ ക്രമത്തിൽ എഴുതണമെങ്കിൽ ആദ്യ ഇലക്ട്രോൺ പോകുന്നത് ഒന്നാമത്തെ സബ്ഷെൽ, അതായത് 1s. അപ്പൊ നമ്മൾ എഴുതുന്നു 1s എഴുതുന്നു. s സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകൾ പൂരണം ചെയ്യാം, 2 ഇലക്ട്രോണുകൾ. അപ്പൊ 1s2 കൊടുത്തു. 1s2 കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് തൊട്ടടുത്ത ഊർജ്ജം കൂടിയ സബ്ഷെല്ലായ 2s 2s എഴുതി. അതും s സബ്ഷെൽ ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ മാത്രമേ കൊടുത്തുള്ളൂ. 2s കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 2p ആയിരിക്കും. 2p പരമാവധി നോക്കുക 6 ഇലക്ട്രോൺ വരെ കൊള്ളും. ഇപ്പോൾ എത്രയായി ഇലക്ട്രോണിന്റെ എണ്ണം? 2 4 10 ആയി. ഇനി 1 ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പൊ 2p കഴിഞ്ഞാൽ അടുത്ത സബ്ഷെൽ എന്ന് പറയുന്ന 3s ആണ്, അതിന് 1 ഇലക്ട്രോൺ നമുക്ക് കൊടുക്കാം. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇത്രയേ ഉള്ളൂ. അറ്റോമിക് നമ്പർ 11 ആയിരുന്നു. ആദ്യ സബ്ഷെൽ എടുത്തെഴുതി 1s. s സബ്ഷെൽ ആയതുകൊണ്ട് പരമാവധി 2 ഇലക്ട്രോൺ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സബ്ഷെൽ എഴുതി 2s. അതിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺ വേണ്ട 2 ആണ്, അതും കൊടുത്തു. മൂന്നാമത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് 2p ആണ്. 2p p ആയതുകൊണ്ട് 6 ഇലക്ട്രോൺ വരെ കൊടുക്കാം, അത് കൊടുത്തു. അത് കഴിഞ്ഞാൽ നോക്കേണ്ടത് ഇതൊന്ന് കൂട്ടി നോക്കാം. അപ്പൊ നമുക്ക് 10 കിട്ടിയത് 11 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അടുത്ത സബ്ഷെൽ എഴുതി അതിന് 1 ഇലക്ട്രോൺ കൊടുത്തു. അപ്പൊ ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വായിക്കാം? 1s2 2s2 2p6 3s1. അപ്പൊ ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ടതിനുള്ള ആദ്യത്തെ 20 വരെയുള്ള മൂലകങ്ങൾ നിങ്ങൾ സ്വയം ചെയ്തു നോക്കണം. 20 വരെയുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ 20 വരെയുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കിയിരിക്കണം.
നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇതേപോലെ കൊടുത്താൽ മതി. ഇപ്പൊ മറ്റൊരു മൂലകം പറയുകയാണെങ്കിൽ ഇപ്പം പൊട്ടാസ്യം 19 പറയും. പൊട്ടാസ്യം 19ന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എടുക്കണമെങ്കിൽ ആദ്യം സബ്ഷനിൽ എഴുതുന്നു 1s എഴുതുന്നു. s 2 ഇലക്ട്രോൺ കൊടുത്തു. അടുത്ത സബ്ഷനിൽ 2s 2 ഇലക്ട്രോൺ കൊടുത്തു. 2p 6 3s അടുത്ത സബ്ഷനിൽ 3s ആണ്. 3s ല് പരമാവധി 2 3s കഴിഞ്ഞാൽ വീണ്ടും പോകുന്നത് 3p യിലേക്കാണ്. 3p യിൽ 6 ഇലക്ട്രോൺ കൊടുത്തു. 3p യിൽ 6 ഇലക്ട്രോൺ കൊടുത്തിട്ട് കൂടി നോക്കുക എത്രയായിരുന്നുള്ളത്. ഇപ്പൊ നമുക്ക് 18 ഇലക്ട്രോൺ ആയിരുന്നു കണ്ടു. 19 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് 3p കഴിഞ്ഞിട്ട് അടുത്ത സബ്ഷനിലായ 4s എഴുതി അതിൽ 1 ഇലക്ട്രോൺ കൂടെ കൊടുത്തു. അപ്പൊ നമ്മൾ കണ്ട സബ്ഷനിലെ ഇലക്ട്രോൺ വിന്യാസമായിരുന്നു 1s2 2s2 2p6 3s2 3p6 4s1. ഇതേപോലെ ഏതൊരു മൂലകത്തിന്റെ എഴുതാം. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ബോർ മാതൃകയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞത്, ഉയർന്ന അറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസത്തെ കൃത്യമായി, ഇലക്ട്രോൺ വിന്യാസം മാത്രമല്ല മറ്റു പ്രത്യേകതകളെയും കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ കണ്ടു പൊട്ടാസ്യത്തിന് 288 ആയിരുന്നു. ഇവിടെ നമുക്ക് നോക്കാം സബ്ഷനിലൂടെ നമുക്കത് കണ്ടുപിടിക്കാം. 1s എന്ന് പറയുന്നത് 1s എന്ന് പറയുന്നത് കെ ഷെല്ലിന്റെ സബ്ഷനിലാണ്. കെയിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 2. ഇവിടെ നോക്കിയാൽ അറിയാം എസില് 2 ഇലക്ട്രോൺ തന്നെയാണ്. എസിൽ 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണ് ഉള്ളത്, എസും പിയും. അപ്പൊ ആ എസിലും പിയിലൂടെ നോക്കിയാൽ അറിയാൻ പറ്റും 6+2 എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റി? 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെൽ എന്ന് പറയുന്നത് എം ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ? 1. അപ്പൊ നമുക്ക് എഴുതാം 2 8 1. ഇതിൽ നമുക്ക് അവിടെ കിട്ടിയത് ഇവിടെ നമുക്ക് പൊട്ടാസ്യത്തെ എഴുതി. ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷൻ കെ 2 ഇലക്ട്രോൺ തന്നെയാണുള്ളത്. 2s ഉം 2p 8 ഇലക്ട്രോൺ. 3s 3p ഇവിടെ 3d ഇല്ല. 3s 3p അപ്പോൾ 8 ഇലക്ട്രോൺ വീണ്ടും വന്നു. നാലാമത്തെ സബ്ഷനിൽ 1 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം കണ്ടു 2 8 8 1 ആയിരുന്നു. അപ്പൊ ഇത് കൃത്യമായി എഴുതാൻ ഏതിനെ പറ്റി? സബ്ഷനിൽ പറ്റി. ഇതാണ് സബ്ഷനിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഏതൊരു മൂലകത്തിന്റെയും സബ്ഷനിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. എല്ലാ പ്രത്യേകതകളും കൃത്യമായി വിഭജിക്കാൻ പറ്റും.